Anywhere you go, anywhere you go, you belong. ജോണസ് റോബർട്ട് സംവിധാനം ചെയ്ത് 2016 ഇറങ്ങിയ ഒരു UK ഇന്ത്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ദി അതർ സൈഡ് ഓഫ് ദി ഡോർ. ഒരു ആക്സിഡൻറ്റിൽ മകനെ നഷ്ടപ്പെട്ട ഒരമ്മ തൻ്റെ മിസ്റ്റേക്ക് കാരണം ആണ് മകൻ മരിച്ചത് എന്നൊരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ അവൾക്കൊരു സീക്രട്ട് അറിയാൻ ഇടയാവുന്നു. അത് എന്തെന്നാൽ ഇന്ത്യയിലുള്ള ഒരു സീക്രട്ട് അമ്പലം, അവിടെ പ്രേതലോകത്തെയും മനുഷ്യലോകത്തെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഡോറുണ്ട്. ഇപ്പുറത്ത് മനുഷ്യലോകം, അപ്പുറത്ത് പ്രേതലോകം. ചില ചടങ്ങുകൾ ചെയ്താൽ മരിച്ചവരുമായി അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റും. എന്നാൽ ഒരിക്കലും ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. മകൻ്റെ ശബ്ദം കേട്ട ആ അമ്മയ്ക്ക് മകനെ ഒന്ന് കാണാൻ തോന്നില്ലേ? പിന്നെ പറയാനുണ്ടോ? ഡോർ തുറന്ന് നോക്കിയ ആ അമ്മയ്ക്ക് പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വരൂ കൂട്ടുകാരെ, നമുക്ക് അത് എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഇന്ത്യയിലെ മുംബൈ നഗരം കാണാം. അവിടെ ഒരു ചെറിയ ഹോട്ടലിൽ ഇരുന്ന് സംസാരിക്കുന്ന നായികയും നായകനെയും കാണാം. നമ്മുടെ ഇന്ത്യയിലുള്ള ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നൊരു സന്തോഷ വാർത്ത മൈക്കിൾ പറയുമ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് മറിയയും പറയുകയാണ്. നെക്സ്റ്റ് സീൻ കടൽക്കരയിൽ. എനിക്ക് ഇവിടെ നിന്നും പോകാനേ തോന്നുന്നില്ല എന്ന് മറിയ പറയുമ്പോൾ, എന്നാൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റിലാവാം എന്ന് മൈക്കിളും പറയുകയാണ്. അന്നേരം മുന്നിലേക്ക് ഒരു ബോൾ ഉരുണ്ടു വരുകയും അതെടുത്ത് കുട്ടിക്ക് കൊടുക്കുമ്പോൾ, ചുമ്മാ ആ കുട്ടിയോട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിപ്പെണ്ണ് മറിയയുടെ നേർക്ക് കൈ ചൂണ്ടി അലറുകയാണ്. നേർക്ക് കൈ ചൂണ്ടി അലറുകയാണ്. അന്നേരം ആ കുട്ടിപ്പെണ്ണിൻ്റെ കണ്ണ് പ്രേതക്കണ്ണായി മാറുന്നത് കണ്ട് മറിയ ഞെട്ടി ഉണരുകയാണ്. അവൾ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല പോലെ കൂർക്കം വലിച്ചു ഉറങ്ങുന്ന മൈക്കിളിനെ കണ്ട്, ഞാൻ പ്രേതത്തിൻ്റെ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ കിടന്നു ഉറങ്ങുകയാണ് മനുഷ്യ എന്ന് പറഞ്ഞ് മുഖത്തേക്ക് ഒരൊറ്റ അടി. അയാൾ ഞെട്ടി ഉണരുകയും മറിയ പേടിച്ച് കരയുന്നത് കണ്ട് സമാധാനപ്പെടുത്തുകയാണ്. ആ ഫാമിലിയിൽ മൈക്കിളും മറിയയും അവരുടെ ചെറിയ മകളും ഉണ്ട്. മകൻ എവിടെയാണെന്ന് അറിയില്ല. വീട്ടിൽ ഒരു വേലക്കാരി കൂടിയുണ്ട്. ഏയ് മനുഷ്യ, രാത്രി നടന്നതിനൊക്കെ സോറി എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, നമ്മൾ ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടും, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് മൈക്കിൾ ജോലിക്ക് പോവുകയാണ്. ഇവർക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് വേലക്കാരി മനസ്സിലാക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി മൈക്കിൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വേലക്കാരി പറയുന്നു, മകളെ കിടത്തി ഉറക്കി, മറിയയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് നേരത്തെ ഉറങ്ങി. അത് കേട്ട് ശരി പീക്ക്, നിങ്ങൾ പോയി കിടന്നോളൂ എന്ന് വേലക്കാരിയോട് പറഞ്ഞ് നേരെ റൂമിലേക്ക് പോയപ്പോൾ അവിടെ ലാപ്ടോപ്പിൽ മറിയ ഇവരുടെ പഴയ വീഡിയോസൊക്കെ നോക്കി ഉറങ്ങിപ്പോയിരുന്നു. ആ വീഡിയോ കണ്ട് മൈക്കിളും വിഷമിച്ച് കരയുന്നുണ്ട്. എന്തെന്നാൽ ഇവരുടെ ഒരു മകൻ മരിച്ചു പോയിരുന്നു. അതുകൊണ്ടാണ് മറിയയ്ക്കും മൈക്കിളിനും ഇടയിൽ ഒരു വിഷമം ഉള്ളത്. മറിയയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് പോകാൻ നോക്കുമ്പോൾ മറിയയുടെ കയ്യിൽ നിന്നും ഉറക്ക ഗുളിക താഴെ വീഴുകയാണ്. അതായത് മറിയ മകന് നഷ്ടപ്പെട്ട വേദന താങ്ങാനാവാതെ ഡിപ്രഷനിൽ ഉള്ളതിനാൽ ഒരുപാട് ഗുളിക കഴിച്ച് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുകയാണ്. മറിയയും മക്കളും പോയിക്കൊണ്ടിരുന്ന കാറ് ആക്സിഡൻ്റായി ഒരു പുഴയിലേക്ക് ഒരൊറ്റ വീഴ്ച. മകൻ്റെ കാല് ഒരു ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നു. മകളുടെ ബോധം പോയ പോലെയാണ്. വെള്ളം ആണെങ്കിൽ അകത്ത് വന്ന് നിറയാൻ തുടങ്ങി. മറിയ മകളെ ഒരു കയ്യിൽ പിടിച്ച് മകനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ കാല് എന്തിലോ കുരുങ്ങിക്കിടക്കുകയാണ്. അവന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളം മൊത്തത്തിൽ മുങ്ങിക്കഴിഞ്ഞു. അവിടെ തന്നെ നിന്നാൽ 3 പേര് മരിക്കും. മകളെയെങ്കിലും രക്ഷിക്കണം എന്ന് തീരുമാനിച്ച് എന്നോട് ക്ഷമിക്കണേ മോനെ എന്ന് പറഞ്ഞ് മകളെ തട്ടിക്കൊണ്ട് കാറിൻ്റെ പുറത്തേക്ക് പോയി നീന്തി രക്ഷപ്പെടുകയാണ്. അവിടെയുള്ളവരോട് മകനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞെങ്കിലും കനത്ത മഴയൊക്കെയായി ആകെ അലമ്പ് പിടിച്ച നേരം ആയതിനാൽ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മകനെ അവിടെ നഷ്ടമായി. ഇതാണ് സംഭവിച്ചത്. ആ ഒരു കാരണത്താൽ മകനെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മറിയ ഇപ്പോഴും ഡിപ്രഷൻ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഗുളിക ഒരുപാട് കഴിച്ചെങ്കിലും പ്രശ്നം ഗുരുതരം ആയിട്ടില്ല. മറിയയ്ക്ക് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മൈക്കിളിനും
ആശ്വാസം ആയത്. മറിയയുടെ അടുത്തേക്ക് വേലക്കാരി പീക്കി പോയിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഏയ് മറിയ, നിന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. നീ അനുഭവിച്ച അതേ പ്രശ്നം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മകൾ അനുഷ്ക വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചത്. അത് കേട്ട് മറിയ വിഷമിച്ച് കരയുമ്പോൾ, നീ കരയേണ്ട, നിന്റെ മകന് അവസാനമായി ഒരു ബായ് എങ്കിലും പറയാൻ ഒരു അവസരം കിട്ടിയാൽ നീ സന്തോഷപ്പെടുമോ? അത് കേട്ട് മറിയ ഒന്നും അറിയാതെ മിഴിച്ചു നോക്കുമ്പോൾ, ഞാൻ വളർന്നത് സൗത്ത് ഇന്ത്യയിലാണ്. അവിടെ ഉൾഗ്രാമത്തിൽ ഒരു അമ്പലം ഉണ്ട്. ആ അമ്പലത്തിൽ ഒരു ഡോറുണ്ട്. ആ വാതിലാണ് നമ്മുടെ ലോകത്തെയും മരിച്ചവരുടെ ലോകത്തെയും കണക്ട് ചെയ്യുന്ന ഡോർ. അതായത് ആ ഡോറിൻ്റെ അപ്പുറത്തെ വശം മരണപ്പെട്ടവരുടെ പ്രേതലോകമാണ്, ഇങ്ങേ വശം നമ്മുടെ ജീവലോകമാണ്. മകൻ്റെ ചിതയുമായി ആ ഡോറിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരിച്ചുപോയ മകനുമായി സംസാരിക്കാൻ കഴിയും. എന്നാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നിങ്ങളുടെ മകൻ എത്ര കെഞ്ചി പറഞ്ഞാലും ആ ഡോർ ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പാടില്ല. അതിന് സമ്മതം ആണെങ്കിൽ മാത്രം പറ, അവിടെ എത്താൻ ഞാൻ സഹായിക്കാം എന്ന് വേലക്കാരി പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് മൈക്കിൾ വരികയാണ്. അതിനാൽ ആ ടോക്ക് അവിടെ നിർത്തുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറിയയുടെ ദുഃഖം മാറിയിട്ടില്ല. അന്നേരം അവിടേക്ക് വേലക്കാരി വന്ന് മറിയയോട്, നിങ്ങൾ മകനെ കാണാനൊക്കെ പോയിക്കോ, പക്ഷേ അവനോട് സംസാരിക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, അതെനിക്ക് നിങ്ങൾ പ്രോമിസ് ചെയ്യണം എന്ന് പറയുമ്പോൾ മറിയ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ നേരെ മകൻ്റെ കല്ലറയുടെ അടുത്ത് പോയി കല്ലറ പൊളിച്ച് അസ്ഥിയെടുക്കാൻ തുടങ്ങി. മരിച്ചുപോയ മകൻ്റെ പേര് ഒലിവർ. ശവപ്പെട്ടി കാണുമ്പോൾ മറിയ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ, ഏയ് വേണ്ട, അത് നിങ്ങൾ കാണണ്ട, കൂടുതൽ വിഷമം ആവും എന്ന് പറഞ്ഞ് തടുത്തു നിർത്തുകയാണ്. അന്നേരം ഒലിവറിൻ്റെ കൂടെ അവന് ഇഷ്ടപ്പെട്ട ഒരു പുലി ബൊമ്മയും കൂടെ വച്ചിരുന്നു. അതെടുക്കുമ്പോൾ ഒലിവറിൻ്റെ ദ്രവിച്ച കൈ കണ്ട് മറിയ ഒരുമാതിരി വിഷമിക്കുകയാണ്. അങ്ങനെ ആ ബോഡി കത്തിക്കുമ്പോൾ കൂടെ അഘോരികൾ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അഘോരികൾ മനുഷ്യരുടെ അസ്ഥികൾ ഒക്കെ കഴിക്കുന്നവരാണ്. അതൊക്കെ ചെയ്താലേ അവർക്ക് പ്രേതാത്മാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് വേലക്കാരി പറയുകയാണ്. അങ്ങനെ ചിതാഭസ്മവും എടുത്ത് മറിയയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട്, ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ് എൻ്റെ നാട്ടിലാണ്, അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യ്, ഞാൻ നിൻ്റെ ഹസ്ബൻഡിനെയും മകളെയും നോക്കാം, നിങ്ങൾ ധൈര്യമായി പോയിട്ട് വാ എന്നൊക്കെ വേലക്കാരി മറിയയോട് പറഞ്ഞു വിടുകയാണ്. മറിയ ആണെങ്കിൽ വീട്ടിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് വന്നത്. ആ ലെറ്ററിൽ എഴുതിയത്, ഏയ് മനുഷ്യ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ മകനെക്കുറിച്ച് ഓർത്ത് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവൻ്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നു, ഞാൻ കുറച്ച് ദിവസം ഒന്ന് കറങ്ങിയിട്ട് വരാം, എന്നെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട എന്നൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ മറിയ ആ ഗ്രാമത്തിലേക്ക് എത്തി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ പഴകിയ അമ്പലം കാണുകയാണ്. അകത്തേക്ക് പോയി ചടങ്ങ് ചെയ്യാൻ കൊണ്ടുവന്ന തിങ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് പുറത്തു പോയി ഇരുന്ന് മകൻ്റെ ചിതാഭസ്മം നോക്കി സങ്കടപ്പെട്ട് കരയുകയാണ്. എന്നിട്ട് അതിനെ പടിയിൽ വിതറിയിട്ട് കോവിലിനകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പ്രേതലോകത്തേക്ക് കണക്ട് ചെയ്യുന്ന ആ ഡോറിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് നേരം ഇരുട്ടി. പെട്ടെന്ന് അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഗുഹ പോലെയുണ്ട്. അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു കാക്ക വന്ന് ഇടിച്ച് നിലത്ത് വീണ് അത് പെട്ടെന്ന് അഴുകി പോവുകയാണ്. നേരെ മുന്നോട്ട് നോക്കിയപ്പോൾ മുഖം മറച്ചു പിടിച്ച ഒരു ശില്പം കാണുകയാണ്. എന്തോ ഭയം തോന്നി തിരിച്ച് കയറിപ്പോയി, ഇനി ഇവിടെ നിൽക്കുന്നത് വേണ്ട, ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി തിങ്സ് എല്ലാം എടുത്ത് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഡോറിൽ തട്ടുന്ന ശബ്ദം, അതേപോലെ ഒരുപാട് പേരുടെ കലപില ശബ്ദവും കരയുന്ന ശബ്ദവും ഒക്കെ കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ചെറിയ പയ്യൻ്റെ ശബ്ദം. അത് കേട്ട്, മോനെ ഒലിവറെ, നീയാണോ അത് എന്ന് ചോദിക്കുമ്പോൾ അമ്മേ എന്നൊരു വോയിസ്. അത് കേട്ടപ്പോൾ മറിയ തേങ്ങി കരയാൻ തുടങ്ങി. അമ്മേ, ഞാൻ ഇവിടെ ഇരുട്ടത്താണുള്ളത്, എനിക്ക് പേടിയാവുന്നു. മോനെ, നിന്നെ ഓർത്ത് എനിക്ക് സമാധാനം ഇല്ല, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. അമ്മേ, എനിക്കും നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യുന്നു, എല്ലാവരെയും കാണണം എന്നുണ്ട്. ഈ ഡോർ എങ്ങനെയാ അമ്മ ഓപ്പൺ ചെയ്യുന്നത്? അയ്യോ മോനെ, ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല, ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് പോവാനാ വന്നത്. അന്നേരം ഒലിവർ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ വേണ്ട മോനെ, ഓപ്പൺ ചെയ്യേണ്ട എന്ന് പറയുകയാണ്. അയ്യോ അമ്മേ, എന്നെ കൊണ്ടുപോകാൻ അവർ വന്നു, ഞാൻ പോവുകയാ എന്നവൻ പറയുമ്പോൾ പോവാനോ, ഇപ്പൊ പോവല്ലേ, കുറച്ചു നേരമല്ലേ സംസാരിച്ചത്, പോവല്ലേ എന്ന് പറഞ്ഞെങ്കിൽ അവൻ പോവുകയാണ്. ഇപ്പോൾ അപ്പുറത്ത് നിന്നും ഒരു വോയിസ് പോലും കേൾക്കാത്തതിനാൽ ആ ഒരു വെപ്രാളത്തിൽ ഒലിവറെ, മോനെ ഒലിവറെ എന്ന് വിളിച്ച് ആ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ സാധാരണ നമ്മുടെ ലോകം പോലെ തന്നെയാണുള്ളത്. മകനെ അന്വേഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലേക്ക് ഒരു അഘോരി വന്നു നിന്നതും ആകെ ഭയന്ന് മറിയ ഓടിപ്പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ നായ കുരക്കുന്നത് കേട്ട് ഏയ് മറിയ, നീ വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിൾ പോയി നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. പുറകെ മകൾ വന്ന് അമ്മ വന്നോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ലൂസി ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രദറിൻ്റെ ഒലിവറിൻ്റെ റൂമിൽ നിന്നൊരു ശബ്ദം. പോയി നോക്കുമ്പോൾ പടിയിൽ ഒലിവറിൻ്റെ ബൊമ്മ കാണുകയാണ്. മെല്ലെ പോയി എടുത്തപ്പോൾ ഒലിവറിൻ്റെ റൂം ഡോർ കുറച്ച് ഓപ്പൺ ആയത് കണ്ട് ആ ഡോറിൽ കീപ്പ് ഔട്ട് ലൂസി എന്ന് എഴുതിയത് കണ്ട് അവൾ നോക്കി നിൽക്കെ
സീൻ അവിടെ കട്ട് ചെയ്ത് ഇപ്പോൾ മറിയയെ കാണാം. അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അന്നേരം വേലക്കാരിയെ കണ്ട് തലയാട്ടുമ്പോൾ വേലക്കാരി കരുതുന്നു എല്ലാം നല്ല രീതിയിൽ നടന്നു എന്ന്. എന്നാൽ മൈക്കിൾ ആണെങ്കിൽ പേടിച്ച് അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പേടിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാൻ പോകുന്നു. ഞാൻ ഇനി മുതൽ സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നു. ഇനി മുതൽ നമ്മൾ എല്ലാവരും നല്ല ഹാപ്പിയായി ജീവിക്കാൻ പോവുകയാണ്. അതൊക്കെ കാണുമ്പോൾ വേലക്കാരിക്ക് മനസ്സിലായി മറിയയുടെ ഡിപ്രഷനൊക്കെ മാറിയെന്ന്. അങ്ങനെ അന്ന് രാത്രി അവർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നായ കുരക്കാൻ തുടങ്ങി. അതെന്തിനാ ഇങ്ങനെ കുരക്കുന്നേ എന്ന് പറഞ്ഞ് നായയെ പുറത്താക്കിയ ശേഷം നേരെ ലൂസിയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ നല്ല ഉറക്കത്തിലാണ്. അവളെ സ്നേഹത്തോടെ തലോടി ലൈറ്റ് ഓഫ് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ കർട്ടൻ്റെ അപ്പുറത്തായി ആരോ നിൽക്കുന്നത് പോലെ കാണുകയാണ്. ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ആരെയും കാണാനില്ല. ലൈറ്റ് ഓണും ഓഫും ചെയ്ത് നോക്കി അവസാനം മറിയ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് റെഡിയായി ലൂസിയെ പോയി വിളിക്കാൻ നോക്കുമ്പോൾ അവളെ കാണാനില്ല. അവൾ ഒലിവറിൻ്റെ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്താ ചെയ്യുന്നേ, ആരോടാ സംസാരിച്ചത് എന്നൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ പാവക്കുട്ടിയോടാ അമ്മയെ സംസാരിച്ചത് എന്ന് പറയുകയാണ്. അങ്ങനെ അവളെ കൂട്ടി അവിടുന്ന് പോവാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു ബോക്സ് താഴേക്ക് വീഴുകയാണ്. പോയി നോക്കുമ്പോൾ ആ ബോക്സിൽ നിന്നും ലെറ്റർ ക്യൂബിൽ ഒലിവർ എന്ന് എഴുതിയ പോലെ കറക്റ്റായി കാണിക്കുകയാണ്. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചത് എന്ന ഒരു കൗതുകത്തോടെ അത് നോക്കിയ ശേഷം അവിടുന്ന് പോവുകയാണ്. താഴെ വരുമ്പോൾ മകൾ ലൂസി പിയാനോ വായിക്കുന്നത് കണ്ട് സന്തോഷിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒലിവറിന്റെ പുലിബൊമ്മ കാണുകയാണ്. അത് കണ്ട് ഞെട്ടി ഇത് നിനക്കാരാ തന്നത്, വേലക്കാരി പീക്കിയാണോ നിനക്ക് തന്നത് എന്ന് ചോദിക്കുമ്പോൾ ലൂസി ചുറ്റിലും തിരിഞ്ഞു നോക്കിയിട്ട് അമ്മേ ഞാനൊരു സീക്രട്ട് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് പിയാനോ വായിക്കുമ്പോൾ പിയാനോ തനിയെ വായിക്കാൻ തുടങ്ങി. അത് ഒലിവറിന്റെ ആത്മാവാണെന്ന് അവൾ പറയുകയാണ്. ആകെ സങ്കടപ്പെട്ട് മറിയ ഒലിവറിന്റെ പുലിബൊമ്മ കൊണ്ടുപോയി വാഷ് ചെയ്യുകയാണ്. അങ്ങനെ അന്ന് രാത്രി ലൂസിയെ കിടത്തി ഉറക്കിയ ശേഷം മറിയ നേരെ ഒലിവറിന്റെ റൂമിലേക്ക് പോയി ഒലിവറിന്റെ പുലിബൊമ്മയെ അവിടെ കിടത്തി ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ബുക്ക് താഴെ വീഴുകയാണ്. ആ ബുക്ക് എടുത്ത് അവിടെ വെക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ചെയർ നീങ്ങി വരികയും ലൈറ്റ് ഓൺ ആവുകയും ചെയ്യുന്നു. ഒലിവറിന്റെ ആത്മാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഈ സൂചന ഒക്കെ കാണിച്ചു തന്നത് മറിയ എന്നും രാത്രി ഒലിവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ മറിയയുടെ കഥ കേൾക്കാൻ വേണ്ടി ഒലിവർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അങ്ങനെ മറിയ ബുക്ക് എടുത്ത് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതോടെ തന്റെ മകൻ അടുത്തുണ്ട് എന്ന് കരുതി മറിയ ഒരുപാട് സന്തോഷിക്കുന്നു. അതേപോലെ മൈക്കിളിന്റെ അടുത്തും ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മറിയയ്ക്ക് എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ഫീലായി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഒലിവറിന്റെ പുലിബൊമ്മ മറിയയെ തന്നെ കുറുകുറു എന്ന് നോക്കുന്ന പോലെ കാണുകയാണ്. അതേപോലെ ഒരു ചെറിയ പയ്യന്റെ വോയിസ് കേൾക്കാനും തുടങ്ങി. ആകെ ഭയന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊടൂര പ്രേതത്തിൻ്റെ രൂപം കണ്ട് ഞെട്ടി ഉണരുകയാണ്. കണ്ടത് ഒരു സ്വപ്നം. പിറ്റേ ദിവസം രാവിലെ വേലക്കാരി നോക്കുമ്പോൾ അവിടെയുള്ള ചെടികളൊക്കെ ഉണങ്ങിയിരിക്കുന്നത് കാണുകയാണ്. അന്നേരം മറ്റൊരു വേലക്കാരൻ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള പറമ്പിലെ ചെടികളൊക്കെ വാടി ഉണങ്ങിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ അവിടെയുള്ള കുളത്തിൽ നോക്കുമ്പോൾ അവിടെയുള്ള മീനൊക്കെ ചത്ത് മലർന്നു കിടക്കുന്നത് കാണുകയാണ്. എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് ലൂസി കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഓടിപ്പോയി നോക്കുമ്പോൾ അവർ വളർത്തുന്ന ലവ് ബേർഡ്സ് മരിച്ചു പോയതാണ് കാര്യം. ലൂസി വിഷമിച്ച് അമ്മേ നമുക്ക് പക്ഷികളെ കടലിൽ ഒഴുക്കാം എന്ന് പറയുകയും അങ്ങനെ മറിയ സമ്മതിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ടു വേലക്കാരി സംശയത്തോടെ മറിയ എന്തോ ഒരു കാര്യം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന ഭാവത്തിൽ മറിയ തന്നെ നോക്കുകയാണ്. അങ്ങനെ ആ രണ്ട് പക്ഷികളെ കൊണ്ടുപോയി കടലിൽ ഒഴുക്കി വിടുകയാണ്. അന്നേരം അവിടെ ആരോ ദൂരെ നിൽക്കുന്നത് കണ്ട് അവരെന്തിനാ നമ്മളെ തന്നെ നോക്കുന്നത് എന്ന് ലൂസി ചോദിക്കുമ്പോൾ നമ്മളെ ആയിരിക്കില്ല എന്ന് മറിയ പറയുകയാണ്. അതല്ല അമ്മേ, ഇവിടെ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും പെട്ടെന്ന് അവിടെ ഒരു അഘോരി വന്ന് നിൽക്കുകയാണ്. മറിയയുടെ നെറ്റിയിൽ ഭസ്മം തേച്ചപ്പോൾ ആകെ ഭയന്ന് മറിയയും ലൂസിയെ കൂട്ടി നേരെ ഓട്ടോയിൽ കയറി പോകാൻ തുടങ്ങി. അതാരാ, എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ലൂസി ചോദിക്കുമ്പോൾ അറിയില്ല മോളെ, എൻ്റെ നെറ്റിയിലെ ഭസ്മമൊക്കെ പോയോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് കാണുകയാണ്. ഇറങ്ങി നോക്കുമ്പോൾ ആക്സിഡന്റിൽ ഒരുത്തൻ മരിച്ചു കിടക്കുന്നത് കാണാം. അവൻ്റെ കഴുത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. മറിയ മെല്ലെ അതാരാ എന്നറിയാൻ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അത് തിരിഞ്ഞ് മറിയെ ഒരൊറ്റ നോട്ടം.
ആകെ പേടിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ നല്ല മഴ. ലൂസി ആണെങ്കിൽ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏയ് ചേട്ടാ കളിക്കാൻ വാ എന്ന് ഒലിവറിനെ വിളിച്ച് ഒറ്റയ്ക്ക് ആയോണ്ട് ബോറടിച്ച് കാർട്ടൂൺ കണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിമിന്നൽ ഉണ്ടാവുകയും നോക്കിയാൽ ദേ ഒലിവറിന്റെ പ്രേതം പെട്ടെന്ന് അത് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം ലൂസിയെ കുളിപ്പിക്കുമ്പോൾ അവളുടെ കഴുത്തിൽ ആരോ കടിച്ച പോലത്തെ പാട് കണ്ട് ഇതെന്താ ആരാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ചുറ്റിലും നോക്കിയിട്ട് അമ്മേ ഒലിവർ ആളാകെ മാറി, നല്ല പയ്യനല്ല. അത് കേട്ട് മറിയയ്ക്ക് ഭയം തോന്നാൻ തുടങ്ങി. ഞാൻ ചെയ്തത് തെറ്റായോ, ആ ഡോർ ഓപ്പൺ ചെയ്തത് പ്രശ്നമായി തീരുമോ എന്നൊക്കെ ആലോചിച്ച ശേഷം നേരെ ഒലിവറിന്റെ റൂമിലേക്ക് പോയി ഒലിവറിനോട് എന്ന പോലെ എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, എന്തിനാ ലൂസിയെ കടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒലിവറിന്റെ ആത്മാവ് സ്റ്റോറി ബുക്ക് നിലത്തേക്ക് ഇടുകയാണ്. എന്നാൽ ഇല്ല ഞാൻ സ്റ്റോറി പറഞ്ഞു തരില്ല എന്ന് മറിയ പറയുകയാണ്. അത് കേട്ട് കലിപ്പിലായ ഒലിവറിന്റെ പ്രേതം ചെയർ വലിച്ച് അതിലേക്ക് മറിയയെ ഇരുത്തി ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുകയാണ്. എന്നാൽ മറിയ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഡോർ അവൻ ക്ലോസ് ചെയ്യുകയാണ്. ഇനി എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് എടാ നീ ഇനി ലൂസിയെ ഉപദ്രവിക്കാൻ പാടില്ല, എന്നാൽ മാത്രമേ ഞാൻ നിനക്ക് സ്റ്റോറി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെയർ മറിയയുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ആ കാര്യത്തോട് ഒലിവർ സമ്മതിച്ചു. മകളെ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലാക്കി ഒലിവറിന് വേണ്ടി സ്റ്റോറി വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം രാത്രി ലൂസിയുടെ കൂടെ മറിയ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ശബ്ദം. എന്താണെന്ന് പതുക്കെ പോയി നോക്കുമ്പോൾ ആ പുലി ബൊമ്മയെ ആരോ കീറി നശിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പുറത്തു നിന്നും ആരോ ഡോറിൽ തട്ടുന്ന ശബ്ദം. നോക്കിയാൽ ദേ മഴയത്ത് ഒരു അഘോരി വന്നു നിൽക്കുന്നു. എന്ത് വേണം പോയിക്കോ ഇവിടുന്ന്, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കും ഞാൻ എന്നൊക്കെ മറിയ പറഞ്ഞെങ്കിലും അഘോരി പോകുന്നതേയില്ല. പെട്ടെന്ന് അഘോരി കൈ ചൂണ്ടിക്കാണിക്കുമ്പോൾ നോക്കിയാൽ ദേ ഒരു രൂപം. അത് അന്ന് മറിയ ഗുഹയിൽ വെച്ച് കണ്ടിരുന്നില്ലേ, ഒരു ശില്പം മുഖത്ത് കൈവച്ച പോലെ ആ രൂപം ആണിത്. എട്ടുകാലിയെ പോലെ നടന്നു വന്ന് ആക്രമിക്കാൻ നോക്കുമ്പോൾ ഭയന്ന് അലറിയപ്പോൾ അതിനെ കാണാനില്ല. ഓടിപ്പോയി വീട്ടിൽ കയറി കതക് അടച്ചപ്പോൾ പീക്കി വന്നിട്ട് എന്ത് തെറ്റാ നീ ചെയ്തത് എന്നൊരു ചോദ്യം. അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ല, നീ ആ ഡോർ ഓപ്പൺ ചെയ്ത് കാണും, അത് ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിനാലാണ് ഒലിവറിന്റെ ആത്മാവ് നമ്മുടെ സ്ഥലത്തേക്ക് വന്നത്. ഒലിവർ ഇവിടെ ഉള്ള പോലെ നിനക്കെന്തെങ്കിലും ഫീൽ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മറിയ അതേ എന്ന് പറയുകയാണ്. ഇവിടെ വന്നത് കാവൽ ദൈവം ആണ്, അവരാണ് ഈ ലോകത്തെ പ്രേത പിശാചുക്കളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നത്. ഒലിവറിന്റെ ആത്മാവിനെ പ്രേതലോകത്തേക്ക് കൊണ്ടുവിടാതെ അവർ ഇവിടം വിട്ടു പോകില്ല. നീ എന്തിനാ ഡോർ തുറന്നത്? ഒലിവർ മരിച്ചുപോയി, അവനിപ്പോൾ പ്രേതാത്മാവ് മാത്രമാണ്, ജീവനോടെ അവനെ കിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാ അങ്ങനെ ചെയ്തത്? ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ഒലിവറിന്റെ എല്ലാ തിങ്സും കത്തിച്ച് കളയണം. എന്നാൽ മാത്രമേ കാവൽ ദൈവത്തിന് ഒലിവറിന്റെ ആത്മാവിനെ പിടികൂടി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ മറിയ വിഷമിച്ച് അവിടുന്ന് നേരെ ബെഡ്റൂമിലേക്ക് ഓടിയപ്പോൾ അവിടെ ലൂസി ഇരുന്നിട്ട് വ്യത്യസ്തമായി ചിരിക്കുന്നത് കാണാം. എന്താ മോളെ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകുമ്പോൾ ദേ പുറകിലൂടെ ലൂസി വരുന്നു. ഇത് ലൂസിയാണെങ്കിൽ മറ്റേത് ആരാ എന്ന് നോക്കുമ്പോൾ ദേ അത് കൊടൂരമായി വാ തുറക്കുന്നു. ആകെ ഞെട്ടി താഴെ വീണപ്പോൾ എന്ത് പറ്റിയമ്മേ എന്ന് പറഞ്ഞ് ലൂസി വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് കാണാം. എടേ ലൂസിയെ കസിൻ്റെ വീട്ടിലേക്ക് വിടാം, അവൾ ഒറ്റയ്ക്ക് ആയോണ്ട് മനസ്സിന് സന്തോഷമുണ്ടാവില്ല എന്നൊക്കെ മൈക്കിൾ പറയുമ്പോൾ ഇപ്പോൾ മറിയയുടെ മനസ്സിലേക്ക് ചില ഇല്യൂഷനൊക്കെ വരാൻ തുടങ്ങി. അവൾ നോക്കുന്ന സ്ഥലത്തൊക്കെ പാറ്റകൾ പരന്നു പോകുന്നതായി കാണുകയാണ്. പെട്ടെന്ന് മറിയയ്ക്ക് ലൂസിയെ ഓർമ്മ വരികയും അവൾ എവിടെ പോയി എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങി. ലൂസി ലൂസി എന്ന് വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു തെരുവിൽ ഒരിടത്ത് എത്തിയപ്പോൾ ദേ കാവൽ ദൈവം. അത് അവളുടെ അടുത്തേക്ക് മെല്ലെ നീങ്ങി എത്തുമ്പോൾ പെട്ടെന്ന് മറിയ എന്നൊരു വോയിസ്. അത് മൈക്കിളിന്റെ ആയിരുന്നു. ലൂസിയും ഉണ്ട്, മകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ എന്താ അവളെ കാണാതെ ഓടിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ പീക്കിയെ കാണാം. അവൾ ഒലിവറിന്റെ എല്ലാ തിങ്സും എടുത്ത് നശിപ്പിക്കാൻ പോവുകയാണ്. മറിയ അത് നശിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ തീയിട്ട് കത്തിക്കാം എന്ന് പറഞ്ഞ് അതൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. തട്ടിമാറ്റി പുറത്തേക്ക് പോയി ഒലിവറിന്റെ എല്ലാ വസ്തുക്കളും കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കുമ്പോൾ തീപ്പെട്ടിക്കൊള്ളി കത്തുന്നില്ല. അന്നേരം അവിടെയുള്ള കുളത്തിൽ നിന്നും ദേ ഉയർത്തെഴുന്നേൽക്കുന്നു പീക്കിയുടെ മരിച്ചുപോയ മകളുടെ പ്രേതം. ശബ്ദം കേട്ട് പീക്കി അമ്മേ എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് പീക്കി അവിടെ
അവിടെ പോയി നോക്കുമ്പോൾ മകളുടെ തലയിൽ ഉണ്ടായിരുന്ന റിബൺ കാണുകയും അത് എടുക്കാനായി കൈ നീട്ടുമ്പോൾ ദേ വെള്ളത്തിൽ ഒലിവറിന്റെ രൂപം. സീന് അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ അവിടേക്ക് മൈക്കിളും മറിയയും ലൂസിയും വന്ന് നോക്കുമ്പോൾ ചെടികൾ ഒക്കെ ഉണങ്ങിയതായും കൂട്ടിയിട്ടതും ഒക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ട് മറിയ ഞെട്ടുകയാണ്. അവിടെ പോണ്ടിൽ വേലക്കാരി പീക്കി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവളെ ഒലിവർ കൊന്നുകളഞ്ഞിരുന്നു. അങ്ങനെ പീക്കിയുടെ മരണാനന്തര ചടങ്ങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ലൂസിക്ക് വേണ്ടി മറിയ കഥ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. കൂടെ ഡോഗും ഉണ്ട്. ലൂസി ചോദിക്കുന്നു, അമ്മേ പീക്കി ആൻറ്റിയെ കൊന്നത് ഒലിവർ ചേട്ടൻ ആയിരിക്കോ? ഏയ് അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല മോളെ എന്ന് പറഞ്ഞ് മറിയ സമാധാനിപ്പിക്കുകയാണ്. ശേഷം അവളെ കിടത്തുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്. പീക്കി ആൻറ്റി മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയില്ലേ, പിന്നെ എന്താ ചേട്ടൻ സ്വർഗത്തിൽ പോകാതെ ഇവിടെ നിൽക്കുന്നത്? അത് കേട്ടപ്പോൾ മറിയ ആ ഡോർ തുറന്ന് ഒലിവറിൻ്റെ ആത്മാവിനെ കൊണ്ടുവന്നത് തെറ്റായി എന്ന് കരുതുകയാണ്. ശേഷം പീക്കി ഒലിവറിൻ്റെ തിങ്സൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ അതൊക്കെ കത്തിച്ച് കളയുകയാണ്. നോക്കിയാൽ അതൊക്കെ കാവൽ ദൈവം നോക്കുന്നുണ്ട്. പെട്ടെന്ന് നായ കുരക്കുന്ന ശബ്ദം കേട്ട് ഓടിപ്പോയി നോക്കുമ്പോൾ നായ കുരക്കുന്നതല്ലാതെ ഒന്നും കാണുന്നില്ല. ലൂസി എവിടെ എന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ അവൾ പുറത്ത് ഇറങ്ങി ഊഞ്ഞാലാടുന്നുണ്ട്. എന്തിനാ ഇവിടെ വന്നേ എന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ കാറ്റുകൊള്ളാൻ വന്നതാ എന്ന് പറയുകയാണ്. അന്നേരം മൈക്കിളും അവിടെ എത്തി. ലൂസി പോയി കെട്ടിപ്പിടിച്ച ശേഷം അവിടെ ഒലിവറിൻ്റെ തിങ്സ് ഒക്കെ കത്തുന്നത് കണ്ട് എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് മനുഷ്യ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പിന്നെ ഒലിവർ ഇവിടെ വന്നിട്ടുണ്ട്. എന്ത്, നിനക്കെന്താ വട്ടായോ? ബഗിടത്തി. അതേ മനുഷ്യ, അവൻ തിരിച്ചു വന്നു. ലൂസിയോട് ചോദിക്ക്. അന്നേരം ലൂസി, എന്താ അമ്മേ പറയുന്നേ? ചേട്ടൻ വന്നെന്നോ? ചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ എങ്ങനെ വരാനാ? അത് കേട്ട് മോളെ നീ പറ, ഞാൻ പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ പറയാതെ നിൽക്കുന്നേ, ഇനിയെല്ലാം അച്ഛനോട് പറ എന്ന് പറഞ്ഞെങ്കിലും എന്ത് പറയാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ട് മറിയ കലിപ്പിൽ, എടി മര്യാദയ്ക്ക് സത്യം പറ, നീ എന്താ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുമ്പോൾ മൈക്കിൾ ആണെങ്കിൽ നാട്ടുകാരെ ഓടി വരണേ, എൻ്റെ ഭാര്യയ്ക്ക് പിരാന്തായേ എന്നും പറഞ്ഞ് ലൂസിയെ എടുത്ത് അകത്തേക്ക് പോവുകയാണ്. മറിയ പുറകെ പോയിട്ട് ലൂസിയോട്, ഏയ് ലൂസി പ്ലീസ് അച്ഛനോട് ഇപ്പോഴെങ്കിലും പറ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ലൂസിയുടെ ശരീരത്തിലാണ് ഒലിവറിൻ്റെ ആത്മാവുള്ളത്. അവൻ്റെ തിങ്സ് ഒക്കെ കത്തിച്ചു കളഞ്ഞതിനാൽ നിൽക്കാൻ സ്ഥലം ഇല്ലാത്തതിനാൽ ലൂസിയുടെ ശരീരത്തിൽ കയറിയതാണ്. നിന്റെ അനിയത്തിയെ വെറുതെ വിടടാ എന്ന് ദേഷ്യത്തിൽ പറയുമ്പോൾ അച്ഛാ എനിക്ക് പേടിയാവുന്നു എന്ന് ലൂസി പറയുമ്പോൾ മൈക്കിൾ മറിയയെ തള്ളിമാറ്റി റൂമിൻ്റെ ഡോർ അടച്ച് ലൂസിയെ എടുത്ത് താഴോട്ട് പോയി നോക്കുമ്പോൾ അവിടെ വീടിന് ചുറ്റിലും അഘോരികൾ വന്ന് നിന്നിട്ടുണ്ട്. ലൂസിയെ കിച്ചണിൽ നിർത്തിയിട്ട് മൈക്കിൾ ഫോൺ വിളിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ കിച്ചണിൽ ഡോഗ് ലൂസിയെ നോക്കി നിൽക്കുകയാണ്. കാരണം അത് ലൂസിയല്ല ഒലിവർ ആണെന്ന് അതിന് മനസ്സിലായി. ലൂസി അവിടെയുള്ള ഒരു കത്തിയെടുത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ മൈക്കിൾ ആണെങ്കിൽ എന്തോ ശബ്ദം കേട്ട് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ലൂസി ആ ഡോഗിനെ വെട്ടി കൊലപ്പെടുത്തി കഴിഞ്ഞു. ഏയ് ലൂസി നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഡോഗ് പറയുന്നത് അനുസരിക്കുന്നില്ല, അതാ ഞാൻ കൊന്നത്, നിങ്ങളും ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ എന്ന് പറഞ്ഞ് മൈക്കിളിനെയും ഒരൊറ്റ കുത്ത്. എന്നിട്ട് ഇനി ഞാനും അമ്മയും മാത്രം ഇവിടെ സമാധാനമായി ജീവിക്കും എന്ന് പറയുകയാണ്. ഇതേ നേരം മറിയ ആണെങ്കിൽ എങ്ങനെയോ ഡോർ ഇടിച്ച് തുറന്ന് പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് ലൂസി കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഓടിപ്പോയി നോക്കുമ്പോൾ അവളെ അഘോരികൾ പിടിച്ചു കിടത്തി അവളെ കൊല്ലാൻ നോക്കുകയാണ്. എന്തിനെന്ന് വെച്ചാൽ അവളുടെ ശരീരത്തിലാണല്ലോ ഒലിവർ ഉള്ളത്. ലൂസിയെ കൊന്നാൽ ഒലിവറിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ പറ്റും. മറിയ അവളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അഘോരികൾ മറിയയെ പിടിച്ചു മാറ്റുകയാണ്. താഴെ നോക്കിയാൽ കാവൽ ദൈവം മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രങ്ങൾ ചൊല്ലി ലൂസിയെ വെട്ടാൻ നോക്കുമ്പോൾ മൈക്കിൾ എത്തി തടയുകയാണ്. ആ ഗ്യാപ്പിൽ മറിയ, ഏയ് ഒലിവറെ നിന്റെ അനിയത്തിയെ വിട്ടു പോയിക്കോ, നീ കാരണം നിന്റെ അനിയത്തിയെ മരിക്കാൻ പോവുകയാ, വിട്ടു പോയിക്കോ എന്ന് പറയുമ്പോൾ എനിക്കവിടെ പേടിയാവുന്നു അമ്മേ, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി. അത് കേട്ട് ശരി ഞാൻ പറയുന്നത് കേൾക്ക്, നീ ലൂസിയെ വിട്ടേക്ക്, എന്നിട്ട് എൻ്റെ ശരീരത്തിലേക്ക് വാ. അങ്ങനെ ലൂസിയുടെ ശരീരത്തിൽ നിന്നും ഒലിവറിൻ്റെ ആത്മാവ് നേരെ മറിയയുടെ ശരീരത്തിൽ എത്തിയതും അഘോരികൾ അവളെ കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. അവിടെ മൊത്തം ഇരുട്ടാവുകയും അല്പം കഴിഞ്ഞപ്പോൾ മറിയയുടെ അടുത്തേക്ക് കാവൽ ദൈവം പോവുകയാണ്. എന്നിട്ട് അവളെ നോക്കി കൊടൂരമായി അലറിയതും പിന്നീട് കാണുന്നത് മറിയയെ ആരോ മറിയ മറിയ എന്ന് വിളിക്കുന്ന വോയിസ് കേട്ട് ഉണരുന്ന മറിയയെ ആണ്. ഇപ്പോൾ ഉള്ളത് ആ അമ്പലത്തിൻ്റെ പടിയിലാണ്. മറ്റേ വശത്തു നിന്നും മറിയ മറിയ എന്ന് വിളിക്കുന്ന വോയിസ് ആക്ച്വലി ഇപ്പോൾ മറിയ ഉള്ളത് പ്രേതലോകത്താണ്. മനുഷ്യലോകത്തുള്ള മൈക്കിൾ പ്രേതലോകത്തുള്ള
അവിടെയുള്ള മറിയയോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുകയാണ്. മറിയയെ അഘോരി കുത്തിയപ്പോൾ അവൾ മരിച്ചിരുന്നു. ശേഷം കാവൽ ദൈവം വന്ന് മറിയയുടെയും ഒലിവറിൻ്റെയും ആത്മാവിനെ പ്രേതലോകത്തേക്ക് കടത്തിവിട്ടതാണ്. എല്ലാം മനസ്സിലായ മറിയയുടെ ആത്മാവ് ഡോറിൻ്റെ അടുത്ത് പോയി കരയുമ്പോൾ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.